എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഓ കേട്ടോ, എന്താ നീ കളിക്ക് പുറത്താണോ? കളിക്ക് പുറത്താ. ഞാൻ ഹെഡ് ഡെയിലി മാറ്റി വിളിച്ചതാണല്ലോ. മാറ്റി വിളിച്ചതാ. ഒരു മാറ്റം ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ട്. ഓക്കെ, എന്നാ നിന്നെ ഞാൻ ഇരുത്തി തരണ. ആയിക്കോട്ടെ. ഫസ്റ്റ് കിഴി. ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിക്കുന്ന സിനിമ ലാൽ സലാം. ലാൽ സലാം സിനിമയുടെ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 9 സിനിമ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. ശ്രീ ഗോകുലം മൂവീസ്. അടുത്തത് ഇഷ്ടം പോലെ നീ മേടിക്കണ്ടെന്ന്. വലിയ ഒരുപാട് സിനിമകൾ ശ്രീ ഗോകുലം മൂവീസ് കൊണ്ടുവരുന്നുണ്ട്. ലിസ്റ്റ് പറയണ്ട. അല്ല, ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഓരോ കിഴിയായിട്ട് മാറും. എന്തിനാ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. അടുത്തത് വിടാമുയർച്ചി. ഓ, ചെറിയ സിനിമ. ചെറിയ കുഞ്ഞു സിനിമ. അജിത് കുമാർ നായകനാവുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് അസർബൈജാനിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. കാലാവസ്ഥ വളരെ മോശമായതിനാൽ എല്ലാ ടീമും മൊത്തം ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം സിനിമ റിലീസിനായിട്ട് എത്തും. ഓക്കെ, അപ്പോൾ അടുത്ത ജനപ്രിയ നായകൻ ദിലീപ് നായകനാവുന്ന നെക്സ്റ്റ് മൂവി. ഇത് തുടക്കത്തിൽ പറഞ്ഞാൽ ഇരുത്താനുള്ള പരിപാടി നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സിനിമ, അതായത് നമ്മുടെ സാരിഷ് മുഹമ്മദ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഡിബറ്റൻ ഡയറക്ടറാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ആരാണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. നമ്മുടെ മാജിക് ഫ്രെയിംസ്, അതായത് വമ്പൻ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാജിക് ഫ്രെയിംസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് ഈ സിനിമ നിർമ്മിക്കുന്നുള്ളതാണ്. എന്തായാലും സിനിമ തുടങ്ങുന്നത് ഫെബ്രുവരി 1st വീക്കിൽ തുടങ്ങും എന്നതാണ് അറിയാൻ പറ്റിയത്. കൊച്ചിയിൽ വെച്ചിട്ട്. അത് മെട്രോപൊളിറ്റൻ സിറ്റി, അതും കൂടി കൂട്ടി പറയണോ? പറയുമ്പോ അങ്ങനെ തകർത്തടിച്ച് പറയണ്ടേ. വേറെ എവിടെയെങ്കിലല്ല, കൊച്ചിയിലാണ്. അടുത്തത് ഫേസ് ഓഫ്. നമ്മുടെ ഫേസ് ഓഫ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന സിനിമയാണ്. ലാല് കുഴപ്പമില്ല. ലാല്, ഇന്ദ്രൻസ്, പിന്നെ കലാഭവൻ ഷാജോൺ, പിന്നെ ജോണി ആന്റണി, പിന്നെ നമ്മുടെ അഭിരാമി, പിന്നെ സ്വാസിക. അവസാനം മതി, സ്വാസിക നായികയാണ്. അതായത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പേരിന്റെ കൂടെ പറയേണ്ട പേരാണ് സ്വാസിക. ഏതാണെങ്കിലും സജീവനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഇതിന്റെ DOP ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ചങ്കാണ്, ജിജു സണ്ണി. അതായത് പാർക്കിംഗ് എന്ന വമ്പൻ സൂപ്പർ ഹിറ്റ് സിനിമ, അത് DOP ചെയ്തിരിക്കുന്നത് ആളാണ്. പിന്നെ വമ്പൻ ഹിറ്റായ മറ്റൊരു സിനിമ ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിമാണ് ദ ലോക്കർ. അതിന്റെ നടൻ ഇതായിരിക്കുന്നത്. നിനക്ക് പറഞ്ഞപ്പോ ബാക്കി എല്ലാരും നീ ഭയങ്കര ഹൈപ്പ് കേട്ട് പറഞ്ഞല്ലോ. കുറച്ച് ഹൈപ്പിലൊക്കെ പറഞ്ഞാൽ മതി. ജിജു സണ്ണിയാണ് ഇതിന്റെ DOP ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും അടുത്ത ശരിയാ, ഫേസ് ഓഫ്. ആകെ ഫുൾ ഒരു ലൈറ്റിംഗ്, റെഡിന്റെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. റോഡ് മൂവിയാണോ അറിയില്ല കേട്ടോ. സാധ്യതയുണ്ട്. ഓക്കെ, സൂപ്പർ സ്റ്റാർ, ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന വേട്ടയ്യ. എടാ, നിനക്ക് ഇത്ര റിസ്ക് എടുക്കണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് കീഴെടുത്തവൻ പറഞ്ഞില്ലേ, അത് കോപ്പി ചെയ്ത് കൂടെ കൊണ്ടുവന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളൂ, രജനികാന്ത്. ആളഭിനയിക്കുന്ന വേട്ടയ്യൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നല്ല കഥയാണ്, സ്റ്റോറി നല്ലതായിരുന്നു. പിന്നെ എനിക്ക് നടിയോട് ക്രഷ് ഉണ്ട്. അത് ഇവർ രണ്ടുപേരും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരേപോലെ ക്രഷാണ്. കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയാറില്ല. ഓക്കെ, എന്തായാലും വേട്ടയ്യൻ സിനിമ നെക്സ്റ്റ് ഷെഡ്യൂൾ കടപ്പയിലാണ്. കടപ്പ എന്നുള്ളത് മനസ്സ് കിടക്കുന്നതുകൊണ്ടാണ് ഈ ആറാട്ടണ്ണന്റെ ആ ഒരു റിവ്യൂ എനിക്ക് മനസ്സിൽ വന്നത്. കാരണം ആള് കടന്നിട്ടാണല്ലോ റിവ്യൂ. ആളുടെ ഇത്ര ഭാഗമൊക്കെ കാണിക്കുള്ളൂ.
അല്ലേ? കടപ്പ എന്ന് പറയുന്നത് ഇപ്പം ഈ കടപ്പാണ്. കങ്കുവ കടപ്പ പറയാൻ സമ്മതിക്കുള്ളൂ. ഈ കങ്കുവ മൂവിയൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ആന്ധ്രയിലെ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ്. അതാണ് ആ ലൊക്കേഷൻ ഭയങ്കര ഫേമസും ആണ് കടപ്പ. അവിടെ വെച്ചിട്ടാണ് അടുത്ത ഈ കടപ്പും ഭയങ്കര ഫേമസ്. ഇത് അപ്പുറത്തെ അത് കിടപ്പ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും സിനിമയിൽ നമ്മുടെ ഫഫയും റാണ ദഗൂദിയൊക്കെ ആ ഒരു ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നു, പക്ഷെ റാണ ദഗൂദി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ചുള്ള ഒരു ഷെഡ്യൂളായിരിക്കും ഇത്. TJ ജ്ഞാനവേലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ല നീ ഇതൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ തന്നെ ഇത് പറയണല്ലോ. ഒറ്റൊരു വാക്ക് മതിയല്ലോ ആദ്യം പറയുന്നത്, അത് തന്നെ ധാരാളം. അതിൽ കൂടുതൽ വേറെ എന്ത് വേണം? ജയ് മഹേന്ദ്രൻ, വെബ് സീരീസ്, സൈജു കുറുപ്പിന്റെ വെബ് സീരീസ് ഫെബ്രുവരി 9 ഓക്കെ, സോണി ലിവിലാണ് വരുന്നത്. ശ്രീനാഥ് മോഹനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വെബ് സീരീസ് ശ്രീനാഥ് അല്ല, ശ്രീകാന്ത് മോഹൻ. സിനിമ തന്നെ പറയുള്ളൂ, ആ സിനിമ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ്? അടുത്തത് റോക്കിംഗ് സ്റ്റാർ യശ്. ടോക്സിക്. യശ് ടോക്സിക് ആണെന്നോ? നീ ഞാൻ അതാണ്, അല്ലാണ്ട് യശ് എങ്ങനെ ടോക്സിക് ആവും? താങ്ക് യു. യശ് നായകനാവുന്ന ടോക്സിക് എന്ന സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഈദ് ഉമാദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. യശ് 19 അതാണ് ടോക്സിക്. ടോക്സിക്കിൽ നമ്മുടെ ശ്രുതി ഹാസൻ ഓൺ ബോർഡ് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തു. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് 2-3 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പാ, അന്നായിരുന്നു ഇത് അനൗൺസ് ചെയ്തത്. പോസ്റ്റർ. ഇനി നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക ഉണ്ണിയെ, തിരിച്ചു വരവ് അതേത് സമയത്തും ഉണ്ടാവും. ഓക്കെ, അത് ശരിയാണ്. AK-63 ഇന്ന് അജിത്ത് നിന്റെ കൂടെ കൂടിക്കണല്ലോ. നിന്റെ കൂടെ ഇല്ലേ തലൈവർ? പിന്നെന്താ, എന്റെ കൂടെ തലയുണ്ട്. തലൈവറും ഇന്ന് തലയും തലൈവറും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. എന്താണെങ്കിലും ആദിക് രവിചന്ദ്രനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ സിനിമ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പിടി കിട്ടി കാണുമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സിനിമയുണ്ട്, ഒന്ന് അജിത്തിന്റെയും ഒന്ന് വിജയിന്റെയും. അതായത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന 2 സിനിമകൾ, അതായത് 2 പേരും ഇവർക്ക് സൈൻ കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ AK-63 മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കും. ഓക്കെ, അപ്പോൾ അതിൽ മ്യൂസിക് പറയുന്നത് DSP അല്ലേ? DSP പറയുന്നത്. അപ്പോൾ DSP ആയിരിക്കട്ടോ അതിൻ്റെ മ്യൂസിക്. തമനും അനിരുദ്ധൊന്നും ആയിരിക്കില്ല. തമനും അനിരുദ്ധം അതിന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിരുദ്ധ് ചിലപ്പം മറ്റേ തമനും അനിരുദ്ധം മറ്റേ സിനിമകളിലായിരിക്കാം. വിജയന്റെ ഉണ്ടല്ലോ, അപ്പൊ അതില് ഏതിലും ആയിരിക്കാം. ഓക്കെ, അടുത്ത കിഴിയും മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ പറയപ്പെടുന്നത് 1,48 CR. അതായത് 3ാമത്തെ ദിവസത്തെ കേട്ടോ. അതെ, കേരളത്തിൽ നിന്ന് മാത്രം കേട്ടോ. യെസ്. എന്തായാലും ഹ്യൂജ് ഡ്രോപ്പാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സിനിമ വമ്പൻ ഹിറ്റ് ആവട്ടെ അല്ലേ? അത്രത്തോളം വലിയൊരു ബഡ്ജറ്റിൽ അല്ല, സാമ്പത്തികമായിട്ട് സിനിമ അതിലേക്ക് തന്നെ എത്തണം, അങ്ങനെ തന്നെ നമ്മളെ ആഗ്രഹം കേട്ടോ. എന്തായാലും അങ്ങനെ ആവട്ടെ. നമ്മളെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. സിനിമ പരാജയപ്പെടണം നമ്മൾ ഒരിക്കലും എവിടെയും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിക്കാറുമില്ല. അതെ. എന്തായാലും അവിടെ അലക്കോടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് തീർക്കാൻ പറ്റുമോ നോക്കാം. അതായത് മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് നമ്മുടെ ഷിബു ബേബി ജോൺ പറഞ്ഞത്, അതായത് ലാലേട്ടൻ സിനിമ കണ്ടു, ആള് ഭയങ്കര ഹാപ്പിയാണെന്നുള്ള കേട്ടോ. ദുബായിൽ വെച്ചിട്ടായിരുന്നു ആദ്യ ഷോ ആള് കണ്ടത്. ലാലേട്ടൻ ആള് എമ്പുരാന്റെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പൊ അവിടെ ആളും വൈഫും കൂടി പോയിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളത്. എന്തായാലും ആള് ഹാപ്പിയാണെന്നുള്ള രീതിയിൽ തന്നെ അറിയിച്ചു എന്നുള്ളതാണ് ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഹരീഷ് പേരടി പറഞ്ഞത്, അതായത് 43 വർഷങ്ങൾ കൊണ്ട് ആളുണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു വലിയൊരു സാമ്രാജ്യമാണ് ലാലേട്ടൻ്റെത്. അപ്പോൾ അവിടെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒക്കെ വലിച്ചു താഴെയിട്ടുണ്ടെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത് വാലിബനെ കൊണ്ട്. ഓക്കെ, പിന്നെന്താണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ? PS റഫീഖ് പറഞ്ഞിട്ടുണ്ട് പുലിമുരുകൻ സിനിമയായിട്ട് കമ്പയർ ചെയ്യരുതെന്നോ, അതുപോലത്തെ മാസ് കഥാപാത്രമല്ല ആവശ്യം, ഇങ്ങനെ വേറിട്ട രീതിയിൽ തന്നെ കാണണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ആയിരിക്കും അവർ അങ്ങനെ അവതരിപ്പിച്ചത്. എന്തായാലും
നമ്മളെന്തായാലും പുള്ളിമുരുകനൊന്നും അല്ലെങ്കിൽ ലൂസിഫറൊന്നും ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ പോയത്. നമ്മൾ ശരിക്കും LJP മോഹൻലാൽ സിനിമ അത് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചെന്നപ്പോൾ നിരാശയായി പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞൊരു സത്യം തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടാമത്തെ തവണ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അത് വളരെ നല്ല കാര്യം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കത് ഇനി ഒരു തിരിച്ചുവരെ ഉണ്ണി എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് നമുക്ക് കാഴ്ച സഹിക്കൂല. അതുകൊണ്ടാണ്. അടുത്തത് മമ്മൂക്ക അമൽ നീരദ് മൂവി. എന്തോ മമ്മൂക്ക അമൽ നീരദ് മൂവി സിനിമ ഡിസംബറിൽ 2024 ഷൂട്ട് തുടങ്ങും. ഓക്കെ, അതായത് മഹേഷ് നാരായണൻ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമൽ നീരദിന്റെ കൂടെ ജോയിൻ ചെയ്യും മമ്മൂക്ക. ഈ മഹേഷ് നാരായണൻ മൂവി എപ്പോഴും ഞാനായിട്ട് പറയാറുള്ളത്, അതുകൊണ്ടായിരിക്കും അത് ഓർമ്മ ഏതായാലും. ഓക്കെ, അടുത്ത കിഴി അയലാൻ. വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാറായ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. SK ശിവകാർത്തികേയൻ നായകനായ സിനിമയാണ് അയലാൻ. അയലാൻ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി 9 സിനിമ സൺ നെക്സ്റ്റ് വരും. ഓക്കെ, തെളിയിക്കും. ഈ ഒരു ഒറ്റക്ക് ടർബോ മെഗാസ്റ്റാർ മമ്മൂക്കേന്റെ ടർബോ, അതും എന്താ പറയാ പുലിമുരുകൻ സംവിധായകൻ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ടീസർ വരുന്നു ഫെബ്രുവരി 14. അതും മമ്മൂക്കേന്റെ ഒരു എന്താ പറയാ വേറിട്ട രീതിയിൽ വരാൻ പോകുന്ന സിനിമ ബ്രഹ്മയുഗം 15-ാം തീയതി അതിന്റെ തലേ ദിവസം ആഘോഷിക്കാനായിട്ട് ഇട്ട് തരും. ഓക്കെ, അത് മാത്രല്ല, അതായത് ടെർബോ എന്ന സിനിമക്ക് മുൻപ് വരുന്ന ബ്രഹ്മയുഗം, പിന്നെ ബസൂക്ക എന്ന സിനിമക്ക് മുമ്പ് വരുന്ന ബ്രഹ്മയുഗം, അല്ല ഇനിയുണ്ട്, പിന്നെയുണ്ട് അമൽ നീരദ് മമ്മൂക്ക സിനിമയ്ക്ക് മുന്നേ വരുന്ന ടെർബോ. അതിന്റെ ഇടയിൽ മഹേഷ് നാരായണന്റെ സിനിമ ചെയ്യുന്നതിന്റെ മുൻപ് വരുന്ന സിനിമ. 5 കിഴി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റൂല, താങ്ങൂല. ഇനി അതിന്റെ ഇടയ്ക്കുണ്ട്, ഇനി വേണമെങ്കിൽ പറയാം. യാത്ര സിനിമയ്ക്ക് ശേഷം വരുന്ന മമ്മൂക്കേന്റെ ഒരു മാസത്തിൽ തന്നെ. എന്തായാലും ടെർബോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നതിന്റെ സൂചനയാണ് കിട്ടുന്നത്. ടീസർ കട്ട് ചെയ്യുന്നത് കേട്ടോ. ആള് ഇതിന്റെ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പം ഓസ്ലർ സിനിമ റിലീസാവുന്നതിന്റെ തലേദിവസമല്ലേ ബ്രഹ്മയുഗത്തിന്റെ ടീസർ വന്നത്. അപ്പൊ ഇതും അങ്ങനെ സംഭവിച്ചേക്കാം. തീർച്ചയായിട്ടും ബ്രഹ്മയുഗത്തിന്റെ തലേദിവസം അത് ബ്രഹ്മയുഗം ഷോയിന്റെ ഒപ്പം ഇടുകയും ചെയ്യാലോ, തിയേറ്ററിലും ഇടാം. ഇനി അതുകൊണ്ടാണോ അങ്ങനെ ഒരു റൂമർ വന്നത്? അതുകൊണ്ടും ആയിരിക്കാം, പറയാൻ പറ്റൂല. ഓക്കെ, അടുത്ത കിഴി മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എമ്പുരാൻ. ശരിക്കും അത് കൊടുക്കണമായിരുന്നത്. അത് അങ്ങനെ അവതരിക്കുന്നല്ല പറയാ, അവതരിപ്പിക്കുന്ന പറയണ്ട. ശരിക്ക് ഇതിനകത്ത് ഇവര് വാലിബൻ അവതരിക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നതുകൊണ്ടാണ് അവർ അവതരിക്കുന്ന കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ എമ്പുരാനെ കുറിച്ച് എഴുതുമ്പോ ഞാൻ അങ്ങനെ എഴുതുള്ളൂ. മമ്മൂക്ക അല്ല ലാലേട്ടൻ, മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന എമ്പുരാൻ. തീർച്ചയായിട്ടും ഞാനിങ്ങനെ പറയും, മലയാളത്തിന്റെ ഇതിഹാസം മോഹൻലാൽ അവതരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാ, എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു സംഭവം. അങ്ങനെയുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പൊ ഈ കിഴിയൊക്കെ ഞാൻ തന്നെ എഴുതണം, ഇത് പറഞ്ഞും കൊടുക്കണം. ഇന്ന് എഴുതിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. സാഹചര്യത്തിൽ ഞാൻ അവിടുന്ന് ഓർത്തെടുക്കാൻ അതാണെങ്കിലും ഇത് എമ്പുരാനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ പറയാണ്. അല്ല എന്റെ കിഴീന്റെ അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കും മനുഷ്യ. അതായത് ലാലേട്ടൻ പറഞ്ഞ അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ട് ഞങ്ങള് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടുന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനം അല്ല കേട്ടോ. അതായത് അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ജെറ്റ് വിമാനങ്ങളും ഒരുപാട് കൊട്ടാരങ്ങളും ഉള്ള വലിയൊരു എന്താ പറയാ സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. അതായത് ആ ക്യാരക്ടറിന്റെ വലുപ്പം എത്രയെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അത് ആള് തന്നെ പറഞ്ഞതാണ്. ഇപ്പോഴും രണ്ടാമതും പറയാണ്, ഇത് ആള് തന്നെ പറഞ്ഞതാണ്.
അല്ല എന്നോട് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഹൈപ്പ് കയറ്റുന്നു, നമ്മുടെ ഇവിടെ ഇരിക്കുകയാണല്ലോ, അതിന്റെ ഭാരം എവിടെയാണ്? ഞങ്ങളുടെ ഷോൾഡറിലായിരിക്കുന്നത്. ഏത് സിനിമയ്ക്ക് വന്നാലും ഇത് തന്നെ. അതെ. അപ്പൊ വാലിബൻ എന്ന സിനിമയുടെ ഹൈപ്പ് കയറ്റിയത് ഞങ്ങളാണോ ശരിക്കും? ലാലേട്ടനൊന്നും ഒരു പ്രാധാന്യമില്ല, പവറും ഇല്ല. അല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം മറ്റേ ഇത് വന്നു, ഏതാ നമ്മുടെ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത വന്നു. അത് പരാജയപ്പെട്ടപ്പോഴും ഇത് തന്നെ പരാജയപ്പെട്ടു എന്നല്ല, അതും സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പം അത് നമ്മൾ ഹൈപ്പ് കയറ്റിയിട്ട് കൊന്നു പൊളിച്ചു കളഞ്ഞ സിനിമയാണെന്ന് പറയുന്നു. അല്ല, നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് ഓരോന്നും കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ട്രailer റിയാക്ഷൻ ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഒരൊറ്റ തവണയല്ല 2 പ്രാവശ്യം കണ്ടിട്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ്. അതെ, അതിനുശേഷം സിനിമ സംഭവിച്ചത് തന്നെയാണ്. സിനിമ സംഭവിച്ചു കഴിഞ്ഞപ്പോഴും നെഗറ്റീവ് കമന്റ്. അതെ, ഞങ്ങൾ ഹൈപ്പ് കയറ്റി ട്രailer കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നിരാശ എന്നുള്ള ഞങ്ങൾ പറഞ്ഞത്. പ്രതീക്ഷ മൊത്തം പോയി എന്നുള്ള രീതിയിൽ തന്നെ മൊത്തത്തില് നമ്മൾ ആ ട്രെയിലറിൽ തന്നെ ഉണ്ടായിരുന്നു ആ സിനിമേന്റെ അവസ്ഥ. അത് നമുക്ക് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലേ, ഓർമ്മയുണ്ടോ? ഫുട്ബോൾ കളിക്കുന്ന കിങ് ഓഫ് അത് എന്താ കളിച്ചൂടെ എന്നാണ് നമുക്ക് അന്ന് ചോദിച്ചത്. അന്ന് വന്ന കമന്റ് അതായിരുന്നു. അതെ, ക്യാരക്ടറൈസേഷന്റെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ നിന്ന് ഒരു ക്യാരക്ടറൈസേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കിങ് ഓഫ് കൊത്ത, കൊത്തയുടെ രാജാവായിട്ട് ഒരാളെ അവതരിപ്പിക്കുമ്പോൾ അത് ഫുട്ബോളൊക്കെ കളിച്ചെടുക്കുന്ന ഒരു കുട്ടിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോയി എന്നുള്ളത് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ട്രെയിലർ ഞങ്ങൾ 2 പ്രാവശ്യമാണ് റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് സിനിമകളെ ഇപ്പൊ നമ്മൾ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ സിനിമകൾ, ആ സിനിമകളിലൊക്കെ വേണമെങ്കിൽ എടുത്തു വെച്ച് നോക്കാം. നമ്മളെ എല്ലാ സിനിമകളിലെയും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഏതൊരു സിനിമ പുതിയത് വരുമ്പോഴും ഉള്ളത്. എല്ലാരെയും പോലെ തന്നെ ഈ പറയുന്ന ഈ കമന്റ് ഇടുന്ന എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ എക്സൈറ്റ്മെന്റും ഈ ഒരു സന്തോഷവും. അത് നമ്മളത് പുറത്ത് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അവര് അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലാണ്ട് ഞങ്ങളായിട്ട് ഒരു സംഭവം എടുത്തുകൊണ്ടിട്ട് മുകളിലേക്ക് കൊണ്ട് വെക്കുന്നൊന്നുമില്ല. അതെ, തീർച്ചയായും മോശം തന്നെ പറയുന്നുണ്ട് ഓരോ സാധനങ്ങൾക്കും. അത് പറയാറുള്ളതാണ്. എത്രയോ വലിയ എന്തിന് എമ്പുരാന്റെ കീഴിലാണല്ലോ എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് വന്നു, മോശം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റംബാൻ വന്നു മോശം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ പറയാം, മറ്റേ എന്താ ഗോസ്റ്റ്, അതിന്റെ വിജയിന്റെ സിനിമ, അതിന്റെ ഫസ്റ്റ് ലുക്ക് ഞങ്ങൾക്ക് അത്ര സംതൃപ്തി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. സോറി, ഗോസ്റ്റ് അല്ല, ഗോട്ട്. ആവേശത്തിന്റെ പുറത്ത് മാറിപ്പോയതാണ്. ഗോട്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അവര് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പുറത്തു വിട്ടത്. നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് വളരെ മോശം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിന് എംപുരാനിലേക്ക് വീണ്ടും വരാം. എംപുരാന്റെ ഒരു വീഡിയോ പുറത്തുണ്ടായിരുന്നല്ലോ ഇവര്, കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ തന്നെ പുറത്തിട്ടുണ്ടായിരുന്നു. അതായത് പഴയ ലോഞ്ച് വീഡിയോ, അതായത് പഴയ ലൂസിഫറിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് മാത്രം മറ്റേ ഇന്ദ്രജിത്തിന്റെ ഒരു ഡയലോഗുള്ള സാധനം, അതും മോശമാണെന്നുള്ളത് തേച്ചു എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതെ, പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും അല്ല, നമ്മളിത് കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, ആരും ശ്രദ്ധിക്കില്ല, അത് സത്യമാണ്. അവരുടെ വിഷമം അവർ തീർക്കുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, തീർച്ചയായിട്ടും അത്രക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അതെ, നമ്മള് എന്നിട്ട് അത് കയറ്റാൻ നമുക്ക് അത്രക്ക് പ്രാപ്തരാണ് നമ്മൾ. പിന്നെ ഏതൊരു സിനിമ കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് എത്തിക്കൂട്ടോ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ചുമ്മാ പറയുന്നതാണ്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ചുമ്മാ എടുത്തോണ്ട് പോടേ നിന്റെ കിഴി, പോ. പോടാ, കൊണ്ടുപോ. നീ മേലാൽ ഈ വഴിക്ക് വന്നേക്കോ, പോയിക്കോ.